ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് കുന്നംകുളം. നമസ്കാരം, CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യമുയർത്തി A. വിജയരാഘവൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്തും ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം. ദേശീയ സംഘടനകൾ വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ഭാരത ബന്ദ് കേരളത്തെ ബാധിച്ചേക്കില്ല. സംസ്ഥാനത്തെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനത്തെയും ബന്ദ് ബാധിക്കില്ല. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. അന്ത്യം തൈക്കാട് ശ്രീവല്ലി ഇല്ലത്ത്, 81-ാമത്തെ വയസ്സിൽ. വിട പറഞ്ഞത് രാജ്യം പത്മശ്രീ നൽകിയും കേരളം എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയും ആദരിച്ച പ്രതിഭ. പാരമ്പര്യവും ആധുനികതയും ചേർത്ത് പിടിച്ച, ഭാഷയെ സ്നേഹിച്ച വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇനി ദീപ്തസ്മരണ. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിശേഷ മേളങ്ങൾക്ക് തുടക്കമായത് ദിക്കുകുടികൾ സ്ഥാപിച്ചതോടെ. ഗുരുവായൂരിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമായ വാഹന പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യമുയർത്തി A. വിജയരാഘവൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ വിശ്വാസത്തിന്റെ അടയാളമാണ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ലഭിക്കുന്ന സ്വീകരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ പോലുള്ള അഴിമതി സർക്കാരല്ല ഇടതുപക്ഷ സർക്കാരെന്ന് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. നരേന്ദ്രമോദി രാവിലെ സൂര്യനമസ്കാരം കഴിഞ്ഞാൽ ഉടൻ പെട്രോളിന് വില കൂട്ടുകയാണ് ചെയ്യുന്നത്. 300 രൂപയായിരുന്ന പാചകവാതകത്തിന് 1000 രൂപയാക്കി ഉയർത്തി. BJPയെ നയിക്കുന്ന മൂല്യബോധം സവർണ ആധിപത്യവും അന്യമത വിദ്വേഷവുമാണ്. വർഗീയതയുമായി സന്ധി ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായെന്നും A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ ഈ ഗവൺമെന്റിനെയും ഇതിനു മുമ്പുള്ള ഗവൺമെന്റിനെയും താരതമ്യം ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെയും പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും താരതമ്യം ചെയ്യുകയാണ്. ആ താരതമ്യത്തിലെ പ്രധാന വിഷയം എന്താ? 4.25 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ആ ഗവൺമെന്റ് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന ആഗ്രഹ പ്രകടനമാണ്. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ അധ്യക്ഷനായി. മന്ത്രി AC മൊയ്തീൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TK വാസു, LDF നേതാക്കളായ PT ജോസ്, PK രാജൻ, MN സത്യൻ, PK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തെ ചോപ്പണിയിച്ച പ്രകടനത്തോടെയാണ് ജാഥയെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം നൽകി. പിണറായി സർക്കാരിന്റെ ഭരണകാലം സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുയുഗം തീർത്തുവെന്ന് ജാഥ ക്യാപ്റ്റൻ A. വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലുടനീളം പ്രയാണം നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ വിജയം രാഷ്ട്രീയ എതിരാളികൾക്ക് അമ്പരപ്പുളവാക്കുന്നതാണ്. മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾക്ക് അസംതൃപ്തി നൽകുന്നതാണെന്നും എന്നാൽ പിണറായി ഭരണം തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന പൊതു വികാരമായിരുന്നു. ഉമ്മൻചാണ്ടി പോയി കിട്ടിയാൽ മതി എന്നാണ് അന്ന് ജനം ചിന്തിച്ചത്. ഇന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടരുക എന്നത് ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന ബോധമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ.
CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. മുൻ MP P.K. ബിജു, CPM ജില്ലാ സെക്രട്ടറി M. വർഗീസ്, KV അബ്ദുൽ ഖാദർ MLA, CPM ഏരിയ സെക്രട്ടറി NK അക്ബർ, CITU ഏരിയ സെക്രട്ടറി TT ശിവദാസ്, LDF മണ്ഡലം സെക്രട്ടറി C. സുമേഷ്, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്ക്, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ദേശീയ സംഘടനകൾ വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ഭാരത ബന്ദിൽ കേരളത്തിലെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. വ്യാപാരികളുടെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആണ് നാളെ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഇന്ധന വില വർധന, GST, വേബിൽ തുടങ്ങിയവയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. അതേസമയം 40,000 വ്യാപാര സംഘടനകൾ ബന്ദിന് പിന്തുണയർപ്പിച്ചിട്ടുണ്ടെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ഭാരവാഹികൾ അവകാശപ്പെട്ടു. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷനും ബന്ദിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. റോഡുകൾ ഉപരോധിച്ചുള്ള സമരപരിപാടികളായിരിക്കും നടത്തുകയെന്ന് സംഘടന പറഞ്ഞു. എന്നാൽ കേരളത്തിലെ വാഹന ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളൊന്നും തന്നെ ബന്ദിന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല. അതിനാൽ തന്നെ കേരളത്തിൽ ബന്ദ് കാര്യമായ ചലനമുണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ. അമല മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുന്നംകുളം സ്വദേശിനിയാണ് അമല മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. ഭാരതത്തിന്റെ ദാർശനികതയെ തിരസ്കരിക്കാതെ പുത്തൻ ചിന്തകളുമായി നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചുനിന്ന കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. തിരുവല്ലയിലെ ഇരിങ്ങോലിൽ എന്ന സ്ഥലത്ത് ശ്രീവല്ലി ഇല്ലത്ത് 1939 ജൂൺ 2-നാണ് വിഷ്ണു നമ്പൂതിരിയുടെ ജനനം. ചെറുപ്പം മുതൽ തന്നെ കവിതകളോട് കൂട്ടുകൂടിയ കവി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബിരുദാനന്തര പഠനവും കഴിഞ്ഞ് സർക്കാർ കോളേജുകളിൽ ഉൾപ്പെടെ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തിച്ചു. ജോലി തിരക്കിനിടയിലും എഴുതാനും വായിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്ന് കുലപൈതൃകമായി കിട്ടിയ വാസനകളെ കാലാനുസൃതമായി വികസിപ്പിക്കാനും പരിവർത്തിപ്പിക്കാനും കഴിഞ്ഞു എന്നതാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന കവിയെ വ്യത്യസ്തനാക്കുന്നത്. കാലത്തിനനുസരിച്ച് പുരോഗമനാത്മകമായ ചിന്തകളിലൂടെയാണ് വിഷ്ണു നമ്പൂതിരി എന്നും സഞ്ചരിച്ചിരുന്നത്. പാരമ്പര്യവും ആധുനികതയും ഇഴചേർത്ത് വാക്കുകളിലൂടെയും വരികളിലൂടെയും കവി എന്നും പൊതുസമൂഹത്തോട് സംവദിക്കുകയായിരുന്നു. പ്രകൃതിയെ ആധാരമാക്കി മനുഷ്യാനുഭവങ്ങളെ പങ്കുവച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും. കവിതയെ സാംസ്കാരിക അനുഭവമാക്കി മാറ്റുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഭൗതികവും ആത്മീയവുമായ വശങ്ങളെ തുറന്നുകാട്ടാനും കവി മടിച്ചില്ല. അതാതുകാലത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങളെ കവിതയിലൂടെ തന്നെ നമ്പൂതിരി തുറന്നുകാട്ടുകയായിരുന്നു. കവിതകളോട് എന്ന പോലെ യാത്രകളെയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കവി അമേരിക്ക, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ, ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, അപരാജിത, ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2014 പത്മശ്രീ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും നേടി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, വയലാർ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ന്യൂസ് ഡെസ്ക് CCTV. ഇന്ധനവില വർധനവിനൊപ്പം ജനങ്ങളെ ദുരിതത്തിലാക്കി പാചകവാതക വില വർധനവ്. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 801 രൂപയാണ് വില. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 5 രൂപ കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പാചകവാതക വില 50 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ 80 രൂപയിലധികമാണ് വില വർദ്ധിച്ചത്. കുന്നംകുളം മത്സ്യ മാർക്കറ്റ് നവീകരണത്തിന് കിഫ്ബി അംഗീകാരം ലഭിച്ചതായി മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത 65 മാർക്കറ്റുകൾ കിഫ്ബി ധനസഹായത്തോടെ പുനരുദ്ധരിച്ച് ഹൈടെക് മാർക്കറ്റുകളാക്കി മാറ്റുവാൻ സംസ്ഥാന സർക്കാർ 193 കോടി രൂപയുടെ അംഗീകാരം തത്വത്തിൽ നൽകിയിരുന്നു. ആദ്യഘട്ടമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 6 മത്സ്യ മാർക്കറ്റുകൾ 13.97 കോടി രൂപയ്ക്ക് ഹൈടെക് ആക്കുകയായിരുന്നു. രണ്ടാം ഘട്ടമായി 41.22 കോടി രൂപയ്ക്ക് 17 മാർക്കറ്റുകൾ കൂടി കിഫ്ബി അംഗീകരിച്ചിരിക്കുന്നു. രണ്ടാം ഘട്ടം അംഗീകാരം നൽകിയതിലാണ് കുന്നംകുളം മത്സ്യ മാർക്കറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. 4.16 കോടി രൂപയാണ് പ്രസ്തുത മാർക്കറ്റിന്റെ അടങ്കൽ. കുന്നംകുളം മത്സ്യ മാർക്കറ്റിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗികമായി പൂർത്തീകരിച്ച കെട്ടിടത്തെ പുനരുദ്ധരിച്ച് ഒരു നൂതന മത്സ്യ മാർക്കറ്റായി മാറ്റുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നിലവിലെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന പാർട്ടീഷൻ മതിലുകൾ മുഴുവനായി പൊളിച്ചു നീക്കി തികച്ചും ഉപഭോക്തൃ സൗഹൃദപരമായി ഓരോ സ്റ്റാളുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ സജ്ജമാക്കുന്ന മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 18 ഫിഷ് സ്റ്റാളുകൾ, 4 മീറ്റ് സ്റ്റാളുകൾ, 4 ഉണക്ക മത്സ്യ സ്റ്റാളുകൾ, 7 പച്ചക്കറി സ്റ്റാളുകൾ, ഐസ് യൂണിറ്റ്,
ചിൽറൂം സംവിധാനം, ഓഫീസ് മുറി, സ്റ്റോർ മുറി എന്നിവയും മുകളിലത്തെ നിലയിൽ ഒരു കോൺഫറൻസ് ഹാൾ, 2 ഓഫീസ് മുറി, ലോക്കർ റൂമുകൾ, വിശ്രമമുറികൾ, 34 കടമുറികൾ എന്നിവയുമാണ് ഒരുക്കുന്നത്. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി മത്സ്യം വാങ്ങാൻ കഴിയും വിധം മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റുകൾ, ഇന്റർലോക്കിംഗ് പാകിയ പാർക്കിംഗ്, മതിയായ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, മലിനജല സംസ്കരണ പ്ലാന്റ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. കുന്നംകുളത്തുകാരുടെ ദീർഘകാല ആവശ്യമായ മത്സ്യ മാർക്കറ്റ് പുനരുദ്ധാരണ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിച്ചതോടുകൂടിയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേന ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കാന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലുമായി കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണക്കൊടിമര ചുവട്ടിൽ പഞ്ചാരിമേളത്തിന് കോലമർന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവിസ്മയം ആസ്വാദകരിൽ ആവേശത്തിന്റെ താളവട്ടം തീർത്തു. ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി. ഗോപിക്കണ്ണൻ, രവികൃഷ്ണ എന്നീ ആനകൾ ഇടംവലം അണിനിരന്നു. പട്ടുകുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്. ഉച്ചതിരിഞ്ഞുള്ള എഴുന്നള്ളിപ്പിൽ ആനയോട്ടത്തിലെ ജേതാവ് ഗോപികൃഷ്ണൻ കോലമേറ്റും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ അരങ്ങേറാറുള്ള ചാക്യാർകൂത്തിനും പാടകത്തിനും രാത്രി തുടക്കമാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഭഗവാൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളുന്നത്. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം നാളമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് സമീപവും രാത്രി വടക്കേ നടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണ്ണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിൽ ഭഗവത്തിടമ്പ് എഴുന്നള്ളിക്കും. ചുറ്റുഭാഗത്തുമായി 12 വെള്ളി കുത്തുവിളക്കും സാമ്പ്രാണിയും അഷ്ടഗന്ധവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നിരത്തും. മുന്നിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭവും ഉണ്ടാകും. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന ഭഗവാനെ തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. സാധാരണ 4 മണിക്കൂറിലേറെ സ്വർണ്ണ പഴുക്ക മണ്ഡപ ദർശനം ഉണ്ടാകാറുള്ളത് കോവിഡ് നിന്നുള്ള പശ്ചാത്തലത്തിൽ 1 മണിക്കൂറായി ചുരുക്കുകയായിരുന്നു. പഴുക്ക മണ്ഡപ ദർശനത്തിന് ദേവസ്വം പ്രത്യേക പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ സിറ്റി ജനമൈത്രി പദ്ധതി നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ T. ശശികുമാർ നിർദ്ദേശപ്രകാരം കുന്നംകുളം സ്റ്റേഷൻ പരിധിയിലെ ട്രൈബൽ കോളനികൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ, മാസ്ക്, സാനിറ്റൈസ് എന്നിവയാണ് നൽകിയത്. ആനായിക്കൽ കാണിയാമ്പൽ കോളനിയിലെ LKG മുതൽ ഡിഗ്രി വരെയുള്ള 37 കുട്ടികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജനമൈത്രി പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന NO സുധീഷ്, CPO ശ്രീകുമാർ, കുന്നംകുളം ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ ജാൻസി, സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണികൾ അവതാളത്തിൽ. മണ്ണ് പരിശോധനയ്ക്ക് അയച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ആശങ്ക. പ്രദേശവാസികൾ പ്രതിഷേധ പരിപാടികൾക്കായി ഒരുങ്ങുകയാണ്. 2020 സെപ്റ്റംബർ 18-നാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ തുടക്കം കുറിച്ചത്. അതിനു മുൻപ് പഴയ കെട്ടിടം പൊളിക്കുകയും ബിൽഡിംഗ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് താഴ്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് അക്കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,99 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി 12 ക്ലാസ് മുറികളും ഓരോ നിലയിലും പ്രത്യേകം ശുചിമുറി സൗകര്യത്തോടുകൂടിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നത്. പൊതുമരാമത്തിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം 3 കുഴികൾ എടുക്കുക മാത്രമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനിടെയാണ് മണ്ണ് പരിശോധനയുടെ പേരിൽ പണികൾ നിർത്തിയിരിക്കുന്നത്. അണ്ടത്തോട് രജിസ്ട്രാർ ഓഫീസ് ബിൽഡിംഗിനുണ്ടായ ദുരനുഭവം കടിക്കാട് സ്കൂളിന് വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണത്തിന് കുഴിയെടുത്ത് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് അധികൃതർ മണ്ണുപരിശോധന ആവശ്യപ്പെട്ടത്. പൂഴിമണലായതിനാൽ പൈലിംഗ് നടത്തി മാത്രമാണ് ബിൽഡിംഗ് നിർമ്മാണം നടത്താൻ കഴിയൂ എന്ന ചട്ടമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിലവിലെ ഫണ്ട് അപര്യാപ്തവുമാണ്. മഴ പെയ്താൽ സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ച് താഴ്ചയായി കിടക്കുന്ന സ്ഥലത്ത് വെള്ളത്തിനൊപ്പം മണ്ണും ഒലിച്ചിറങ്ങുന്നതുമൂലം തൊട്ടരികിൽ നിൽക്കുന്ന മറ്റു കെട്ടിടങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രവുമല്ല, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് വടക്കുഭാഗത്തായി കിടക്കുന്ന കൈത്തോട്ടിലേക്ക് വെള്ളം കുത്തി
കുത്തിയൊഴുകുന്നതും പ്രശ്നം സൃഷ്ടിച്ചേക്കും. മണ്ണ് പരിശോധനയ്ക്ക് കൊണ്ടുപോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടിയുണ്ടാവുകയോ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അധികൃതരുടെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല എന്നാണ് പരാതി. ഇതിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. CCTV ന്യൂസ് പുന്നയൂർകുളം. കാർഷിക മേഖലയിൽ മികച്ച നേട്ടത്തിന് അവാർഡ് കരസ്ഥമാക്കിയ ബ്ലൂംബേർഡ്സ് ബദാനിയയ്ക്കും അതിനു മുന്നിൽ പ്രവർത്തിച്ചവരെയും കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഉപഹാരം നൽകി ആദരിച്ചു. കോർഡിനേറ്റർ അധ്യാപിക രാധിക, മികച്ച PTA പ്രസിഡന്റിനുള്ള അംഗീകാരം നേടിയ ബിജുപാൽ എന്നിവരും ആദരം ഏറ്റുവാങ്ങി. ബ്ലൂംബേർഡ്സ് ബദാനിയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ജനറൽ സെക്രട്ടറി അഖിലസ് നായർ അധ്യക്ഷത വഹിച്ചു. ഫാദർ സോളമൻ OSC മുഖ്യാതിഥിയായി. ഫാദർ ബെഞ്ചമിൻ OSC, IT കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MA രാഹുൽ, ഹരിതവേദി കോർഡിനേറ്റർ ശശിധരൻ, ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ചെയർമാൻ VM രാജേഷ്, ട്രഷറർ വിശ്വനാഥൻ, സ്കൂൾ പ്രിൻസിപ്പൽ രമാബായി തുടങ്ങിയവർ സംസാരിച്ചു. ചാലശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം ഞായറാഴ്ച പ്രസിദ്ധമായ പൂരവാണിഭം ഇത്തവണ ഉണ്ടാകില്ല. 7 ആഘോഷ കമ്മിറ്റിക്ക് പൂരം എഴുന്നള്ളിപ്പിന് പ്രത്യേക അനുമതി ലഭിച്ചു. ജില്ലാ കലക്ടറുടെ അനുമതിയോടെ കർശന നിയന്ത്രണങ്ങളോടെയാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ വർഷത്തെ പൂരാഘോഷം നടക്കുക. പൂരത്തിന്റെ തലേദിവസം ക്ഷേത്രമൈതാനത്ത് നടത്താറുള്ള പൂരവാണ്യം ഈ വർഷം ഉണ്ടാകില്ല. ഞായറാഴ്ച ക്ഷേത്രത്തിലേക്കെത്തുന്ന ഭക്തജനങ്ങൾ സാനിറ്റൈസർ, മാസ്ക്, സാമൂഹിക അകലം എന്നിവ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസും വളണ്ടിയേഴ്സും ചേർന്ന് ഉറപ്പുവരുത്തും. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടത്തുന്ന എഴുന്നള്ളിപ്പിന് 7 പ്രാദേശിക ആഘോഷ കമ്മിറ്റിക്കാർക്കും ആചാരപ്രകാരമുള്ള ഒരു കാളവേല, പരമ്പരാഗതമായി നടത്തിവരാറുള്ള 2 തിറ എന്നിവയ്ക്കും അനുമതി ലഭിച്ചിട്ടുണ്ട്. ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അനുവാദം ലഭിച്ച ആഘോഷ കമ്മിറ്റികളിൽ 30ഓളം പേർക്കും ആനകൾക്ക് 2 മണിക്കൂർ സമയവും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും മറ്റും കമ്മിറ്റിക്കാർ ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല. ക്ഷേത്രത്തിലേക്ക് അനുവദിച്ച സമയത്തിനകം ദേശപൂരങ്ങൾ പ്രവേശിച്ച് സമാപിക്കണം. ഓംകാരം, പോലീസ് സ്റ്റേഷൻ, പടിഞ്ഞാറേമുക്ക്, കമ്പനിപ്പടി, യുവ മയിലാടിക്കുന്ന്, സംഭവം മാലിക്കര, ശംഖുനാഥം, നമസ്തേ എന്നീ 7 കമ്മിറ്റിക്കാർക്കാണ് ആഘോഷത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. വഴിയോര കച്ചവടങ്ങൾ അനുവദിക്കുകയില്ലെന്ന് ചാലിശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശശീന്ദ്രൻ മേലയിൽ പറഞ്ഞു. മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഏർപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എഴുന്നള്ളിപ്പുകൾ ഒറ്റയായിട്ട് മാത്രമേ നടത്താൻ കഴിയൂ എന്നും കൂട്ടിയെഴുന്നള്ളിപ്പ് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന എഴുന്നള്ളിപ്പുകൾ 7 ആനയ്ക്ക് മാത്രമായിട്ടാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 7 കമ്മിറ്റിക്കാർക്ക് മാത്രമേ ആനവരവ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. CCTV ന്യൂസ് പെരുമ്പിലാവ്. വിവിധ സിനിമാ സംഘടനകളുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന തിയേറ്ററുകളിൽ മാർച്ച് 1 മുതൽ സെക്കൻഡ് ഷോ പ്രദർശനം അനുവദിച്ചേക്കും. സിനിമാ വരുമാനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രാത്രികാല പ്രദർശനമാണെന്നിരിക്കെ ഇത് സംബന്ധിച്ച അനുമതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയേക്കുമെന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജനുവരിയിൽ 50% ആളുകൾക്ക് പ്രവേശനാനുമതി നൽകിക്കൊണ്ട് തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. നിലവിൽ ദിവസവും 3 പ്രദർശനം എന്ന നിലയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് സിനിമാ പ്രദർശനം അനുവദിക്കുന്നത്. കുടുംബ പ്രേക്ഷകർ കൂടുതൽ എത്തുന്നത് സെക്കൻഡ് ഷോ ആണെന്നിരിക്കെ രാവിലെയുള്ള പ്രദർശനം ഫാൻസ് ഷോകൾക്ക് മാത്രമേ ഗുണകരമാകൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഫിലിം ചേംബറും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും സെക്കൻഡ് ഷോ പ്രദർശനം സംബന്ധിച്ച കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കൂർ അറിയിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവത്തിൽ കുന്നംകുളം മേഖലയിലെ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരവും നന്മ വനിതാ സംസ്ഥാന പ്രസിഡന്റുമായ C. രമാദേവി ഉദ്ഘാടനം നിർവഹിക്കും. നന്മ മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിക്കും. തുടരണം ജാഗ്രത. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് സോണിൽ 4 പേർക്കും അർബൻ സോണിൽ 3 പേർക്കും തൈക്കാട് സോണിൽ ഒരാൾക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 45 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 4 പേർക്ക് പോസിറ്റീവായത്. വിവിധ ആശുപത്രികളായി നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരിൽ രോഗം കണ്ടെത്തിയത്. പൂക്കോട് സോണിലെ 33-ാം വാർഡിൽ 2 പേരും 37, 43 എന്നീ വാർഡുകളിൽ ഓരോരുത്തരുമാണ് രോഗികളായത്. അർബൻ സോണിലെ 13-ാം വാർഡിൽ 2 പേർക്കും 27-ൽ ഒരാൾക്കും തൈക്കാട് സോണിലെ 6-ാം വാർഡിൽ ഒരാൾക്കും രോഗം ബാധിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് സ്വദേശികൾക്കാണ് രോഗം കണ്ടെത്തിയത്. 22 പേരെയാണ് പരിശോധനകൾക്ക് വിധേയരാക്കിയത്.
വാർത്തകളിലേക്ക്. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ സ്ഥാപകൻ കെ പ്രകാശിന്റെ സ്മരണയ്ക്കായി സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധനർക്ക് പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് മാധ്യമപ്രവർത്തകൻ ജനു ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. അഭയം പാലിയേറ്റീവ് കെയർ സെന്റർ സെക്രട്ടറി മൈമുന ഹംസ അധ്യക്ഷത വഹിച്ചു. സതീശൻ ചാവക്കാട്, KV ഹംസ, KP പ്രീത, സുരേഷ് കണ്ണച്ചാം വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ സമാപന ദിവസമായ മാർച്ച് 5 വരെ ദിവസവും രാവിലെ 7-ന് പ്രഭാത ഭക്ഷണം നൽകും. കേച്ചേരിയിലെ ഭവന നിർമ്മാണ ഫണ്ട് ശേഖരണത്തിനായി നടത്തിയ ബിരിയാണി ഫെസ്റ്റിനെ സംബന്ധിച്ചുള്ള വിവാദം കൊഴുക്കുന്നു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഫണ്ട് തട്ടിപ്പെന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് കേച്ചേരി മേഖലാ ഭാരവാഹികൾ പറഞ്ഞു. UDFനെ തകർക്കാൻ മുസ്ലിം ലീഗ് ശ്രമമെന്ന ആരോപണമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ലീഗ് നേതൃത്വം. ചൂണ്ടൽ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഭവന നിർമ്മാണത്തിനായി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന നാലകത്ത് ഇസ്മയിലിൻ്റെ വീട് പുനർനിർമ്മിക്കുന്നതിനായാണ് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇതിൽ നിന്നും ലാഭമായി 32,500 രൂപ ലഭിക്കുകയും കഴിഞ്ഞ 9-ാം തീയതി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് VM ഷാജിയുടെയും യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് കേച്ചേരിയുടെയും നേതൃത്വത്തിൽ 33,000 രൂപ ഇസ്മായിലിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പണം നേതാക്കൾ പങ്കിട്ടെടുത്തുന്ന രീതിയിൽ വ്യാപക പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വന്നിരുന്നു. ബിരിയാണി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേരെയുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ വിഷയത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ദുർബലപ്പെടുത്തി വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ചിലരുടെ കുതന്ത്രമാണ്. കോൺഗ്രസുകാരെന്ന് പറയപ്പെടുന്ന ഇത്തരക്കാർ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണെന്നും പറയുന്നു. കോൺഗ്രസിന്റെ വിദേശ സംഘടനാ പ്രതിനിധികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണവും ലീഗ് നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആളുകളുണ്ട്. എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചാലും അതിൽ കുറ്റങ്ങളില്ലെങ്കിൽ കുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി അതിൽ ഇടപെട്ടവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നൊരു പ്രതീതി. ആ ചെക്കന് കാശ് കൊടുക്കുന്ന ആ ചെക്കൻ എല്ലാ സമയത്തും കമ്മിറ്റിയിലുണ്ടായിരുന്നു. എത്ര ഭക്ഷണം വിറ്റു, ഭക്ഷണം വിറ്റതിൻ്റെ ചെലവ് കഴിച്ച് ബാക്കി എത്ര രൂപ ഉണ്ട്, ആ രൂപ മാത്രമല്ലാതെ വീണ്ടും അവിടെ ഉള്ളവരെയൊന്നും മറ്റുള്ളവരൊന്നും പിരിച്ചിട്ട് ഒരു 50,000 രൂപ തയ്ക്കാൻ വേണ്ടി ശ്രമിച്ച് കൊടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. അവിടെ കിട്ടിയ കാശ് മാത്രമല്ല, ബിരിയാണി ഫെസ്റ്റിന് കിട്ടിയ ആ പ്രോഫിറ്റ് അല്ലാതെ അത് കൂടാതെയും കൂടി അവിടെ ഉള്ളവരൊക്കെ വീണ്ടും പിരിച്ചു കൊടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഇത് ഈ കിട്ടിയ പൈസയിൽ നിന്ന് 1 ഉറുപ്പ്യ ചായ കുടിക്കാനോ അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് വണ്ടി ഓടിയാനോ 1 ഉറുപ്പ്യ പോലും ഇതിന് മാറ്റി വെച്ചിട്ടില്ല. അത് പോക്കറ്റിനെടുത്ത് കൊടുക്കുക ഇത് പിള്ളേർ. അത്രമാത്രം ആത്മാർത്ഥ കാണിച്ച സംഭവമാണ് അത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു ഇവർ. ഇത്തരം പാർട്ടി വിരുദ്ധരെ ജനമധ്യത്തിൽ തുറന്നുകാട്ടി ഇവരുടെ മുഖംമൂടി വലിച്ചെറിയുവാൻ കോൺഗ്രസ് പാർട്ടി ഇനിയും തയ്യാറായില്ലെങ്കിൽ ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് തലവേദന സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ലെന്നും പ്രസിഡന്റ് മുസ്തഫ കേച്ചേരി, ജനറൽ സെക്രട്ടറി ആഷിഖ് പെരുമണ്ണ്, സെക്രട്ടറി ജബ്ബാർ കേച്ചേരി എന്നിവർ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നാണ് ഇത്തരം ഒരു സംഭവത്തിൻ്റെ എതിരെയുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളും മറ്റും പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞ 4-5 ദിവസമായി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങളെ അത് കൃത്യമായി കണ്ടെത്താനോ അതിനു വേണ്ട രീതിയിൽ തടയിടാനോ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾക്ക് തടയിടാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് എതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ തടയിടാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗ് കേച്ചേരി മേഖലാ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ വികസന വിജ്ഞാനോത്സവം ക്യാമ്പയിന്റെ ഭാഗമായി ചാലശ്ശേരി പഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രാജീവ് മാസ്റ്റർ വിഷയാവതരണം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകരിൽ ജനകീയാസന പദ്ധതിയിൽ പങ്കെടുത്ത ആദ്യകാല സന്നദ്ധ പ്രവർത്തകരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹമ്മദ് കുട്ടി, ചൈതന്യ വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, നേതൃസമിതി ചെയർമാൻ ശശി മാസ്റ്റർ, കവുക്കോട് ദേശഭൂഷണി സെക്രട്ടറി VK പുഷ്പാകരൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ തണ്ണീർക്കോട് വായനശാല പ്രസിഡന്റ് ഹംസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TP കുഞ്ഞുണ്ണി, NI മുഹമ്മദ് കുട്ടി, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മക്കൾ ഉപേക്ഷിച്ചതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് രാധാകൃഷ്ണനും ഭാര്യ രുക്മണിയും. സർക്കാർ സംവിധാനങ്ങളും കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് വേണമെന്ന ചിന്തയിലാണ് ഈ വയോദമ്പതികൾ. ഗുരുവായൂർ പൊന്നരശ്ശേരി വീട്ടിൽ 67 വയസ്സുള്ള രാധാകൃഷ്ണനും 61 വയസ്സുള്ള ഭാര്യ രുക്മണിയുമാണ് തങ്ങളുടെ ദുരവസ്ഥ CCTVയുമായി പങ്കുവയ്ക്കുന്നത്.
ഒരു കാലത്ത് പ്രതാപത്തോടെ വലിയ വീട്ടിൽ താമസിച്ചിരുന്ന ഇവരിന്ന് വാടക ഫ്ളാറ്റിന്റെ 4 ചുമരുകൾക്കുള്ളിലാണ്. പൂർണ്ണ ആരോഗ്യവാന്മാരായ സമയത്ത് മക്കൾക്ക് വേണ്ടിയായിരുന്നു ജീവിതം. മുണ്ടു മുറുക്കിയെടുത്ത് മക്കളെ പോറ്റി വളർത്തി. മക്കൾ വലുതായതോടെ വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന അച്ഛനെയും അമ്മയെയും വേണ്ടാതായി. ഇത് പറയുമ്പോൾ ഇരുവരും തേങ്ങുന്നുണ്ടായിരുന്നു. മക്കളായി ഒരാണും 2 പെണ്ണുമാണ് ഇവർക്കുള്ളത്. 2 പെൺമക്കളെയും നല്ല രീതിയിൽ വിവാഹം കഴിച്ചയച്ചു. ഡ്രൈവറായിരുന്ന രാധാകൃഷ്ണന്റെ ഒരു പുരുഷായുസിന്റെ ആകെ സമ്പാദ്യമായ 6 സെന്റ് സ്ഥലം പണയപ്പെടുത്തി വിവാഹാവശ്യത്തിനായി മകന് 4 ലക്ഷം രൂപ നൽകി. തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥലം ജപ്തി ചെയ്തു. രോഗിയായ ഭാര്യയുമായി മൂത്ത മരുമകന്റെ വീട്ടിലായിരുന്നു താമസം. ഇതിനിടയിൽ രുക്മിണിക്ക് രക്തം കട്ടപിടിക്കുന്ന രോഗവും കിടന്ന കിടപ്പിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയുമായി. അമ്മയെ ചൂണ്ടി ഇതിനെയും കൊണ്ട് ഈ രാത്രി തന്നെ സ്ഥലം വിടണമെന്ന് മകൾ ആക്രോശിച്ചു. നേരം വെളുക്കാൻ സമയം തരണമെന്ന് മകളോട് കേണപേക്ഷിച്ചു. പിറ്റേന്ന് ഭാര്യയെയും കൊണ്ട് ഗുരുവായൂരിലെത്തി പരിചയക്കാരന്റെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു. ഒറ്റമുറി ഫ്ളാറ്റിൽ ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ പോലുമാകാതെ ഇരുവരും ഇപ്പോൾ നരകയാതന അനുഭവിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ മക്കൾ നമ്പർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നുവെന്ന് ഇരുവരും കണ്ണുനീർ പൊഴിച്ചു പറഞ്ഞു. തറവാട്ടിലാകുമ്പോൾ പട്ടിണി കിടന്നിട്ട് അവിടെ നോക്കിയിട്ടുള്ളൂ. ഒന്നും ചെയ്യാതെ 14-15 പാത്രം വയ്ക്കുക. സ്കൂള് മറ്റേ ഉപ്പുമ കൊടുക്കണ മാതിരി അതൊക്കെ വെച്ച് വിളമ്പിയിട്ടില്ലാണ്ടാകുമ്പോൾ ഒരു പട്ടിണി എടുക്കും. പിള്ളേർക്ക് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്ത് നോക്കിയെന്നാൽ പിള്ളേരത് മക്കൾക്ക് ഇപ്പം ഞങ്ങളില്ലാണ്ടാവണം അവർക്ക് ഇഷ്ടമാണല്ലോ. അത് പറ്റില്ലല്ലോ, അത് ശരിയല്ല പരിപാടിയല്ലോ. ഒരു വയസ്സായി വയ്യാണ്ടായി കഴിഞ്ഞാൽ ആശുപത്രി ഉണ്ടാക്കുക 50 രൂപ കൊണ്ട് ഇവർക്ക് സാധാരണ പതിവ് അതേ കണ്ടീഷൻ ഒരു കണക്കൂട്ടിയേക്കുന്നത്. അത് ഇപ്പം ഞാൻ അതിന് സമ്മതമല്ല, ചെയ്യൂല. ആത്മഹത്യക്ക് ഞങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യണമില്ല. കാരണം എന്താ, നമുക്ക് ജീവിക്കണം. ഇവർ എങ്ങനെയും എങ്ങനെയാണ് നിൽക്കുക. അവർക്ക് അച്ഛനെ മേലെ നോക്കേണ്ട ചുമതല മക്കൾക്കുള്ളതല്ലോ. നമ്മൾ പറയുന്നത് കടം മേടിക്കാൻ ചോദിക്കാനും പോലെ അമ്മയ്ക്ക് വരുന്നൊരു കാശ് നിർബന്ധം എനിക്കൊന്നും തരണ്ട, ഇന്നലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അമ്മേനെ എന്ത് ചെയ്യും? അപ്പം അമ്മ ഇവിടെ വന്നതിന് ശേഷം ഒരു അവിടെ മൂത്ത മോള് പട്ടിണി കിട്ടിയിരിക്കുന്നുണ്ട്. വിഷമത്തിലായ രാധാകൃഷ്ണൻ അമ്മയ്ക്ക് മക്കൾ ചികിത്സാ ചെലവെങ്കിലും നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ 2500 രൂപ പ്രതിമാസം മകൻ ചിലവിന് നൽകണമെന്ന് കളക്ടർ ഉത്തരവിട്ടു. നാളിതുവരെയായിട്ടും ഉത്തരവ് നടപ്പിലായില്ല. ഇക്കാര്യം കാണിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ഓർമ്മക്കുറവിന്റെ അസുഖമുള്ളതിനാൽ രുക്മിണി ഇറങ്ങി നടക്കുന്നതിനാൽ മുറി പൂട്ടിയ ശേഷമാണ് രാധാകൃഷ്ണൻ പുറത്തു പോകുന്നത്. ഭാര്യയെ പരിചരിക്കേണ്ടതിനാൽ രാധാകൃഷ്ണന് ജോലിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. 3 നേരവും സുമനസ്സുകൾ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇപ്പോഴിവർ ജീവൻ നിലനിർത്തുന്നത്. മനസാക്ഷിയുള്ളവരോ ഭരണകൂടമോ ഇവരെ സഹായിക്കാൻ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ 2 പേരുടെയും ജീവന് സമൂഹം ഉത്തരം പറയേണ്ടിവരും. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ജില്ലയിലെ മികച്ച കൃഷി അസിസ്റ്റന്റ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട റോണി പവനെ കോൺഗ്രസ് എസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് CR വത്സൻ ചടങ്ങിന് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി CD ജോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ, ഹരിദാസ് വള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് എസ് നേതാക്കളായ അരുൺകുമാർ, വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ നടത്തുന്ന അന്യായ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കെതിരെ NH ആക്ഷൻ കൌൺസിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊരുവയിൽ സമരം നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന പൊരുവയിൽ സമരം ആക്ഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ EV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ V സിദ്ദിഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ അണ്ടത്തോട്, CR ഉണ്ണികൃഷ്ണൻ, KA സുകുമാരൻ, ഹാരിസ് കോട്ടപ്പുറം, വേലായുധൻ തിരുവത്തറ, കമറു പട്ടാളം, C ഷറഫുദ്ദീൻ, ഗഫൂർ തിരുവത്തറ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ എങ്ങോട്ടാ പോവുക? ഞങ്ങളുടെ വീടും സ്ഥലവും അവർ കയ്യേറുകയാണ്. ഗവൺമെൻറ് കയ്യേറിയിട്ടാണ് വികസനം നടത്തുന്നത്. അങ്ങനെ കയ്യേറി എടുക്കുമ്പോൾ ഞങ്ങൾ നാളെ എവിടെ പോയി താമസിക്കണം? ഞങ്ങൾ എവിടെ താമസിക്കണം? യാതൊരു ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. കാലങ്ങളായി കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്ന എളവള്ളി പഞ്ചായത്തിലെ 5-9 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തിണ്ടിയത്ത് റോഡിന് ശാപമോക്ഷമായി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 5-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെത്തിയപ്പോഴാണ് റോഡിന്റെ ശോച്യാവസ്ഥ മുരളി പെരുന്നെല്ലി MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ റോഡിന് പണമനുവദിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ടിട്ടില്ലാത്തതിനാൽ തുടർ നടപടികൾക്ക് കാലതാമസമുണ്ടാവുകയായിരുന്നു. ഇപ്പോൾ എല്ലാ കടമ്പകളും മറികടന്ന് 6.3 ലക്ഷം രൂപ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മറികടന്ന് റോഡ് നവീകരണത്തിന് നേതൃത്വം നൽകിയ മുരളി പെരുന്നെല്ലി MLAയോട്
വലിയ നന്ദിയുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പണി പരിശോധിക്കാനെത്തിയ MLAക്ക് സ്നേഹോപഹാരം നൽകിയാണ് നാട്ടുകാർ യാത്രയാക്കിയത്. വളവള്ളി പഞ്ചായത്തിലെ കിണ്ടിയത്ത് റോഡ് നൂറ്റാണ്ടിലേറെ കാലമായി ജനങ്ങൾക്ക് വളരെയേറെ ക്ലേശം അനുഭവിക്കുന്ന റോഡായി കിടക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുകയും ഇവിടെയുള്ളവർ സന്തോഷമടക്കമുള്ളവർ ഈ റോഡിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് MLA ഫണ്ടിൽ നിന്ന് 6,30,000 രൂപ ഫണ്ട് അനുവദിച്ചത്. എക്സ്ട്രാ പണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് ഒരു കോൺക്രീറ്റ് റോഡായിട്ട് ഇപ്പോൾ പണി. തിണ്ടിയത്ത് ശ്രീനിവാസൻ, തിണ്ടിയത്ത് സന്തോഷ് എന്നിവർ ചേർന്നാണ് ഉപഹാരം നൽകിയത്. CCTV ന്യൂസ്, കേച്ചേരി. ആലപ്പുഴയിൽ നടന്ന 53ാമത് കേരള സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അജയ് ഡൊമിനിക് സിൽവർ മെഡൽ കരസ്ഥമാക്കി. തൃശൂർ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. ചെന്നൈയിൽ നടക്കുന്ന പ്രീ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അജയ് ഡൊമിനിക്. പേരകം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ഡൊമിനിയുടെയും ഗുരുവായൂർ RTO ഓഫീസ് ജീവനക്കാരി മിനിയുടെയും മകനാണ് ഇദ്ദേഹം. ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ ചൂണ്ടൽ ആശുപത്രി റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയത്. മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. ഗുരുവായൂർ മേഖലയിലെ ഫ്ളാറ്റുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം ശേഖരിക്കുന്ന സംഘമാണ് മേഖലയിൽ മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം NS ജിഷ്ണു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് പരിധിയിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്തുവാൻ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. ഈ 2ാം വാർഡിന്റെയും 16ാം വാർഡിന്റെയും സൈഡായ ഈ ആശുപത്രി വഴിയിലെ 2-3 പ്രാവശ്യമായി കക്കൂസ് മാലിന്യം ഇവിടെ തള്ളുന്നത്, അത് ആരാന്ന് കണ്ടെത്തിയാൽ അവരുടെ പേരിൽ നല്ലൊരു തക്കതായ നടപടി എടുക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഒരു സംഘടന തന്നെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അടുത്ത് തന്നെ ആ സംഘടന രൂപീകരിച്ച് ഇതിൻ്റെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, ആരാണ് ഇവിടെ തള്ളുന്നതെന്ന് വ്യക്തത വരുത്തുന്നതിനും അത് കണ്ടെത്തുന്നതിനു വേണ്ടി ഈ കമ്മിറ്റി ഞങ്ങൾ ശക്തമായി. വാർത്തകൾ തുടർന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വേലൂർ പഞ്ചായത്തിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച പ്രസ് ക്ലബ് അംഗം PN അനിൽ മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി ഉപഹാരം സമർപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് AM റഷീദ് എരുമപ്പെട്ടി, വൈസ് പ്രസിഡന്റ് KK മാത്യൂസ്, സെക്രട്ടറി KC ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ കബീർ കടങ്ങോട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി TG സുന്ദർലാൽ, വേണു അമ്പലപ്പാട്ട് എന്നിവരെ തെരഞ്ഞെടുത്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കുന്നംകുളം ലിവാ ടവറിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് EK തോമസൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് MU മനോജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി PP പ്രേമവത്സരൻ ഡിവിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മനോജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യോഗത്തിൽ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് അഭിമന്യു, മുൻ മാഗസിൻ കൺവീനർ ജോസ് എന്നിവരെ ആദരിച്ചു. ഗുരുവായൂരിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമായ വാഹന പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുമ്പോൾ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറ്. ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനിടയാക്കും. ഇതിന് പരിഹാരമായാണ് ദേവസ്വം ബഹുനില പാർക്കിംഗ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2018 സെപ്റ്റംബർ 18-ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തറക്കല്ലിട്ടു. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും കോവിഡും സാങ്കേതിക തടസ്സങ്ങളും കാരണം 28 മാസം വേണ്ടിവന്നു. കിഴക്കേനടയിൽ പഴയ വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 4 നിലകളിലായി 1.64 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ദേവസ്വം മരാമത്ത് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രസാദ് പദ്ധതിയിൽ തിരിച്ചടവില്ലാത്ത 24.26 കോടി ചെലവിട്ട് നിർമ്മിച്ച സമുച്ചയത്തിൽ 226 കാറുകൾ, 338 ബൈക്കുകൾ, 9 ബസ്സുകൾ എന്നിവ പാർക്ക് ചെയ്യാനാകും. പാർക്കിംഗ് സമുച്ചയത്തിലേക്ക് വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും റാമ്പുകളിലൂടെയാണ്. ഇതിനായി പ്രത്യേകം 2 റാമ്പുകളുണ്ട്. വാഹന ഡ്രൈവർമാർക്കായി ഓരോ നിലകളിലും 5 വീതം 20 ശുചിമുറികളും ഒരുക്കിയിട്ടുണ്ട്. 2 ലിഫ്റ്റുകളുമുണ്ട്. രൂപരേഖയിൽ ചുറ്റുമതിലും ടൈൽ വിരിക്കലും സൗന്ദര്യവൽക്കരണവും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനായി ദേവസ്വം 2.08 കോടി രൂപ ചെലവഴിക്കും. 1 മാസത്തിനകം ഇതുകൂടി പൂർത്തീകരിച്ചാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതി നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ ഏറ്റവും വലിയ
പ്രശ്നമാണ് പാർക്കിംഗ്, ആവശ്യമായ വാഹന പാർക്കിംഗ് സൗകര്യം ലഭ്യമല്ല എന്നുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 നിലകളിലായി പണിയുന്ന ബഹുനില പാർക്കിംഗ് സമുച്ചയം നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. ഔപചാരികമായ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം കൾച്ചറൽ അഫയേഴ്സ് വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ അവർ നാളെ 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ പാർക്കിംഗ് സമുച്ചയത്തിൽ തന്നെ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. പാർക്കിംഗ് സമുച്ചയത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തന്നെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ ആന്ധ്ര പാർക്കിംഗ് ഗ്രൗണ്ടിൽ മറ്റൊരു പാർക്കിംഗ് സമുച്ചയത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ഗുരുവായൂരിലെ വാഹന പാർക്കിംഗ് എന്ന തലവേദന ഇല്ലാതാകും. ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരമാകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പാർക്കിംഗ് സമുച്ചയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പടിഞ്ഞാറേ നടയിൽ കുറൂരമ്മ സമുച്ചയത്തിന് സമീപം നിർമ്മിച്ച ശ്രീകൃഷ്ണ റെസ്റ്റ് ഹൌസിന്റെയും താമരയൂരിൽ വയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ശ്രീകൃഷ്ണ സദനത്തിന്റെയും സമർപ്പണം ഇതോടൊപ്പം നടക്കും. പടിഞ്ഞാറേ നടയിൽ മുല്ലത്തറ ക്ഷേത്രം റോഡിൽ കുറൂരമ്മ ഭവനോട് ചേർന്നാണ് 3 നിലകളിലായി ശ്രീകൃഷ്ണ സദനം നിർമ്മിച്ചിട്ടുള്ളത്. 10,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ 2 കിടക്കകളുള്ള 26 മുറികളും 5 പേർക്ക് ഉപയോഗിക്കാവുന്ന ഒരു വലിയ മുറിയുമുണ്ട്. താമരയൂരിൽ ഒരു ഭക്തൻ ദേവസ്വത്തിന് സൗജന്യമായി നൽകിയ ഫ്ളാറ്റ് സമുച്ചയമാണ് വയോജനങ്ങൾക്കായി ശ്രീകൃഷ്ണ സദനമാക്കിയത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കേന്ദ്ര സർക്കാരിന്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ അണിചേരുക, സംസ്ഥാന സർക്കാരിന്റെ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി സർക്കാർ ജീവനക്കാർ കൂട്ടധർണ നടത്തി. കേരള NGO യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വസന്തം കോർണറിൽ നടത്തിയ കൂട്ടധർണ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MH റാഫി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TP ഷദീദ്, ട്രഷറർ KR പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിക്ക് പിണറായി സർക്കാർ തീരെഴുതിയെന്നാരോപിച്ച് മത്സ്യ മസ്ദൂർ സംഘം BMS ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മത്സ്യഭവൻ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ മസ്ദൂർ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. BMS ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KV ശശി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KA ജയതിലകൻ, ഷിജിത്ത് രാമി, സത്യൻ താമരത്ത്, ശ്രീരഞ്ജ് ആലിപ്പരി, MV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കൊതിയൂരും മാമ്പഴക്കാലം ഇനി ഓർമ്മ മാത്രം. മാങ്ങ കച്ചവടക്കാർക്കിത് ദുരിതത്തിന്റെ സീസൺ കാലം. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലം തെറ്റിയുള്ള മൺസൂൺ മാമ്പഴ വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇത്തവണ മാങ്ങയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് വരുത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മാമ്പഴം മാർക്കറ്റിലെത്തിക്കാൻ വൈകുന്നത് വില കുതിച്ചുയരുന്നതിന് കാരണമായി തീർന്നിരിക്കുകയാണ്. കാലം തെറ്റി ഇത്തവണ നാട്ടിൻപുറങ്ങളിൽ മാവുകൾ പൂത്തിരുന്നത് സീസൺ കച്ചവടക്കാരിൽ ആശ്വാസം നൽകിയെങ്കിലും അപ്രതീക്ഷിതമായുണ്ടായ മഴയും പിന്നീടുണ്ടായ കനത്ത ചൂടും മൂലം പൂവുകളെല്ലാം കരിഞ്ഞുണങ്ങുകയായിരുന്നു. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത് എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താക്കിയാണ് ഈ വർഷത്തെ മാമ്പഴക്കാലം കടന്നു പോകുന്നത്. ലോകത്തെമ്പാടും പ്രിയങ്കരമായ നിരവധി മാമ്പഴങ്ങൾ ഭാരതത്തിലുണ്ട്. മഹാരാഷ്ട്രയിലെ അൽഫോൺസ, ഗുജറാത്തിലെ കേസർ, വാരണാസിയിലെ ലംഘ്ര എന്നിവയ്ക്കൊപ്പം മത്സരിച്ചിരുന്ന നമ്മുടെ നാടൻ മാങ്ങകളായ പ്രിയോർ, കിളിച്ചുണ്ടൻ, നീലൻ, മൂവാണ്ടൻ എന്നീ മാങ്ങകൾ വിപണിയെ സജീവമാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ ഇറക്കുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിപണിയെ കാര്യമായി ബാധിച്ചു. ജനുവരി മുതൽ മെയ് വരെയാണ് മാങ്ങാ വിപണി സജീവമാകാറുള്ളത്. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ വലിയ ഷെഡ് കെട്ടി സീസൺ കച്ചവടക്കാർ കൊണ്ടുവരുന്ന മാങ്ങകൾ ശേഖരിച്ച് കയറ്റി അയച്ചും പഴുപ്പിച്ച് കടകളിലെത്തിച്ചുമാണ് ഇവർ വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇറക്കുമതിക്കൊപ്പം കയറ്റുമതിയിലും നിയന്ത്രണം വന്നതോടുകൂടി മാങ്ങയ്ക്ക് വില നിലവാരം താഴ്ന്ന അവസ്ഥയാണുള്ളത്. ഇതുമൂലം വരവിലധികം ചെലവുണ്ടാവുകയും ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുമാണുള്ളത്. 1 കിലോ മാങ്ങ പറിച്ച് ഷെഡിൽ കൊണ്ടുവരുമ്പോൾ 20 രൂപ മുതൽ 30 രൂപ വരെയാണ് കിട്ടുക. കോവിഡിൻ്റെ കെടുതി പേറുന്ന കച്ചവടക്കാർക്ക് മാങ്ങാ വിപണിയിലും ഇക്കുറി തിരിച്ചടി മാത്രമാണുണ്ടായതെന്ന് മാങ്ങാ വ്യാപാരം മൊത്തമായി നടത്തിയിരുന്ന വടക്കേക്കാട് സ്വദേശി ബാബു പറഞ്ഞു. CCTV ന്യൂസ്, പുനിയൂർക്കുളം. 52ാമത് ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇയാൾ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 3ാം സ്ഥാനം. ഗോകുൽ R, എഗ്രിൻ തോമസ് എന്നിവർ അടങ്ങിയ തൃശൂർ ജില്ലാ ജൂനിയർ ടീമാണ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ചൂണ്ടൽ പഞ്ചായത്തിന്റെയും ചൊവ്വന്നൂർ BRCയുടെയും ആഭിമുഖ്യത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കുട്ടികൾ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാനുമായുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിൽ പങ്കുവച്ചത്. അതോടൊപ്പം ജനുവരി 1 മുതൽ SSLC +2 ക്ലാസ്സിലെ കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പാഠം 1 സാമൂഹിക അകലം എന്ന ഡോക്യുമെന്റേഷൻ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കേച്ചേരി അള്ളമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു.
ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VP ലീല സമ്മാനദാനം നിർവഹിച്ചു. ചൊവ്വന്നൂർ BRC കോർഡിനേറ്റർ PK അബൂബക്കർ മാസ്റ്റർ സംവിധാനം ചെയ്ത ഡോക്യുമെന്റേഷന്റെ പ്രദർശനം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് PK സാദിഖ്, പ്രധാനാധ്യാപകൻ K ലത്തീഫ് മാസ്റ്റർ, റിസോഴ്സ് ടീച്ചർ റിജി, റഫീഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ കോൺഗ്രസ് എസ് നിൽപ്പ് സമരം നടത്തി. കോൺഗ്രസ് എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CR വത്സൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി CD ജോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ, നേതാക്കളായ ഹരിദാസ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് എസ് നേതാക്കളായ അരുൺകുമാർ, വിപിൻ, ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് KG ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും വാർത്തകളിലേക്ക്. CPIയിൽ നിന്നും കോൺഗ്രസ് എസിൽ ചേർന്ന CPI കുന്നംകുളം ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും AYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗവുമായ ടിജി തങ്കപ്പന് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് CR വത്സൻ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി CD ജോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ, ഹരിദാസ് വെള്ളറക്കാട്, അരുൺകുമാർ, വിപിൻ, ഡേവിസ് KG തുടങ്ങിയവർ സംസാരിച്ചു. വിജയരാഘവൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥയുടെ കുന്നംകുളത്തെ സ്വീകരണ യോഗത്തിന്റെ പ്രചരണാർത്ഥം DYFI വേലൂർ മേഖലാ കമ്മിറ്റി ബൈക്ക് റാലി നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഫ്ളാഗ് ഓഫ് ചെയ്തു. മേഖലാ സെക്രട്ടറി അബിൽ ബേബി, പ്രസിഡന്റ് VV സുബീഷ്, ട്രഷറർ വിനിൽ കിരാലൂർ, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം വെണ്ണില വേണു തുടങ്ങിയവർ പങ്കെടുത്തു. വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുചക്രവാഹന വിളംബര റാലി നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുൽക്കോട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPM പ്രവർത്തകരായ മുരളി മുകുന്ദൻ, VC ഷാജൻ, അഖിൽ, നിതിൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിലെ NSS ചാവക്കാട് താലൂക്ക് ആസ്ഥാന മന്ദിരത്തിൽ മന്നം ജയന്തി ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ചുമതലയുള്ള K രാമചന്ദ്രൻ നായർ ആചാര്യന്റെ വെങ്കല പ്രതിമയ്ക്ക് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു. ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ V അച്യുതൻകുട്ടി ആധ്യാത്മിക പാരായണം നടത്തി. യൂണിയൻ സെക്രട്ടറി രാജഗോപാലൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അക്കിക്കാവ് NSS കരയോഗം മനത്ത് പത്മനാഭന്റെ 51ാമത് ചരമവാർഷിക ദിനാചരണം നടത്തി. കരയോഗ മന്ദിരത്തിൽ നിലവിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലി കൊടുത്തു. കരയോഗം സെക്രട്ടറി P പ്രവീൺകുമാർ, K ഭാസ്കരൻ നായർ, K ഉണ്ണികൃഷ്ണൻ, K വിനോദ് കുമാർ, ചന്ദ്രൻ നായർ, ശിവശങ്കരൻ നായർ, വിജയൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കടം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം സമാധി ദിനാചരണം നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചനയും നടത്തി. കരയോഗം പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശ്രീനാരായണൻ, PV രാജൻ, മിത്ര, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മന്നം സമാധി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് ഗുരുവായൂർ തിരുവെങ്കടം നായർ സമാജം ആവശ്യപ്പെട്ടു. അനുസ്മരണ സമ്മേളനം ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗജാന്തി സുകുമാരൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ മൂത്തേടത്ത്, ഹരി വടക്കൂട്ട്, M വസന്ത, K രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. അനുസരണയുള്ള വളർത്തുമൃഗങ്ങളിൽ ഒന്നാണ് മുയലുകൾ. കൂട്ടിൽ കയറാനും ഭക്ഷണം കഴിക്കാനും അവയ്ക്കുള്ള മിടുക്ക് അതിശയിപ്പിക്കുന്നതാണ്. ഉയരത്തിലുള്ള കൂട്ടിലേക്ക് കയറാൻ മുയലുകൾ കാണിക്കുന്ന ബുദ്ധിയും അനുസരണയും ആണ് ഇന്ന് നവമാധ്യമ കാഴ്ചയിൽ ബിനോ K പെരിയമ്പലം നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4340 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4330 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം എളവള്ളി പറക്കാട് ഞാറംകുളം മുകുന്ദൻ നിര്യാതന. 73 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കോമളം ഭാര്യയാണ് ജ്യോതി, സമർ, വിദ്യ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യമുയർത്തി A വിജയരാഘവൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്തും ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം. ദേശീയ സംഘടനകൾ വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് കേരളത്തെ ബാധിച്ചേക്കില്ല. സംസ്ഥാനത്തെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനത്തെയും ബന്ദ് ബാധിക്കില്ല. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. അന്ത്യം തൈക്കാട് ശ്രീവല്ലി ഇല്ലത്ത്, 81ാമത്തെ വയസ്സിൽ. വിട പറഞ്ഞത് രാജ്യം പത്മശ്രീ നൽകിയും കേരളം എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയും ആദരിച്ച പ്രതിഭ.
പാരമ്പര്യവും ആധുനികതയും ചേർത്ത് പിടിച്ച ഭാഷയെ സ്നേഹിച്ച വിഷ്ണുനാരായണ നമ്പൂതിരി ഇനി ദീപ്തസ്മരണ. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിശേഷ മേളങ്ങൾക്ക് തുടക്കമായത് ദിക്കുകുടികൾ സ്ഥാപിച്ചതോടെ. ഗുരുവായൂരിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമായ വാഹന പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.